ആർട്ടിക്കിൾ 13 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായുള്ള നിയമങ്ങൾ അസാധുവായിരിക്കും. ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപും അതിനുശേഷവും ഉണ്ടാകുന്ന നിയമങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇത് ഭരണഘടനയെ സംബന്ധിച്ചുള്ള പുനർവിചിന്തനത്തിനുള്ള ഒരു രേഖയാണ്. ആർട്ടിക്കിൾ 13ൻ്റെ പ്രധാന ഭാഗങ്ങൾ. ആർട്ടിക്കിൾ 13 ക്ലോസ് 1 ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിലിരുന്നതും എന്നാൽ മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതുമായ നിയമങ്ങൾ ആ പൊരുത്തക്കേടിൻ്റെ വ്യാപ്തിയോളം അസാധുവായിരിക്കും. ആർട്ടിക്കിൾ 13 ക്ലോസ് 2 മൗലികാവകാശങ്ങൾ നൽകുന്ന അവകാശങ്ങളെ ഇല്ലാതാക്കുകയോ ചുരുക്കുകയോ ചെയ്യുന്ന ഒരു നിയമവും രാഷ്ട്രത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. അത്തരം നിയമങ്ങൾ ലംഘിക്കപ്പെട്ട ഭാഗത്തോളം അസാധുവായിരിക്കും. ആർട്ടിക്കിൾ 13 ക്ലോസ് 3 നിയമം എന്ന വാക്ക് വോട്ടെഴുത്ത്, ഓർഡർ, നിയമാവലി, നിയമം, ചട്ടം, അറിയിപ്പ്, പതിവ് അല്ലെങ്കിൽ ഉപയോഗം എന്നിവ ഉൾക്കൊള്ളുന്നു. കൂടാതെ ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് നിയമപരമായ ശക്തിയുള്ള ഏത് രൂപത്തിലും ഇത് വരും. ആർട്ടിക്കിൾ 13 ക്ലോസ് 4 അനുച്ഛേദം 368 പ്രകാരം ഭരണഘടനയിൽ വരുത്തുന്ന ഭേദഗതികൾക്ക് ഈ അനുച്ഛേദത്തിലെ വ്യവസ്ഥകൾ ബാധകമല്ല. ഈ അനുച്ഛേദത്തിൻ്റെ പ്രധാന ലക്ഷ്യം മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ ഭരണഘടനയുടെ പരമോന്നതത്വം ഉറപ്പുവരുത്തുക എന്നതാണ്. ഇത് പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഈ അവകാശങ്ങളെ ലംഘിക്കുന്ന നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു സംവിധാനം നൽകുകയും ചെയ്യുന്നു. മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ അസാധുവാണെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു.